ഫ്രണ്ട്സ് ബോർഡ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് ഫംഗസ് റിലേറ്റഡ് ഇഷ്യൂ ആയിട്ട് തന്നെ കാണുന്നത്. പക്ഷേ ചാർജിങ് സെക്ഷനിലൊക്കെ കംപ്ലൈൻറ്റാണ് കാണുന്നത്. എന്നുവെച്ചാൽ വർക്കിംഗ് ഒന്നും കറക്റ്റായിട്ട് പ്രോപ്പറായി നടക്കുന്നില്ല. ഫ്രണ്ട്സ് ഇതൊരു MAയുടെ ലാപ്ടോപ്പാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് വരുന്നത് ചാർജിങ് റിലേറ്റഡ് ആണ് കംപ്ലൈൻറ്റ്. അപ്പോൾ കസ്റ്റമർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡാപ്റ്ററിൽ വർക്ക് ചെയ്യില്ല, അഥവാ ചാർജിങ് നടക്കുന്നില്ല. സിസ്റ്റം ഇപ്പോൾ വർക്കിംഗ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം വർക്കിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബാറ്ററി മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ അഡാപ്റ്റർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സാധാരണ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നില്ല. അപ്പോൾ ഉള്ള ബാറ്ററിയിലുള്ള വോൾട്ടേജ് വെച്ചിട്ടാണ് ഈ ലാപ്ടോപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ഡെഡിലായിരിക്കും ഉണ്ടാവുക. ഇതൊരു കോമൺ കംപ്ലൈൻറ്റ് അല്ല, റയറായിട്ട് വരുന്ന കംപ്ലൈൻ്റ് ആണ്. എന്നിരുന്നാലും ഇത് കുറച്ച് ടാസ്ക് വർക്കാണ്. കാരണം MAയുടെ ലാപ്ടോപ്പാണ്, സ്കീമാറ്റിക്കോ ബോഡിയോ ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. ഏതായാലും നമുക്ക് എന്താ ചെയ്യുക, ഓപ്പൺ ചെയ്തിട്ട് സർവീസ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ് അപ്പോൾ ലാപ്ടോപ്പ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അഡാപ്റ്റർ മോഡിലാണ്. അഡാപ്റ്ററിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല. ബാറ്ററി ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ബാറ്ററി ഡിസ്കണക്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യുക, ബാറ്ററി കണക്ഷൻ ചെയ്യുക. ബാറ്ററി കണക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇൻഡിക്കേഷൻ കണ്ടില്ലേ, ഗ്രീൻ ഇൻഡിക്കേഷന് ഇവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ആണ്. ഈ ചാർജിങ് നടക്കുന്ന സെക്ഷൻ ആ വൈകുന്നേരത്തിനാണ് സിസ്റ്റം എന്താ ചെയ്യുക, സപ്ലൈ കയറിയിട്ട് ഓൺ ചെയ്യുന്ന കണ്ടീഷനിലേക്ക് പോവുക. അപ്പോൾ അത് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള വർക്കാണ്. അയാൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും നമുക്ക് കാണാം. ഓക്കെ.